എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കോളിഫ്ലവർ ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട്, പൊറോക്ക നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. നമ്മൾ ഗോബി മഞ്ചൂരിയനും ചില്ലി ഗോപിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഈവനിങ് സ്നാക്ക്, ചായയുടെ കൂടെയുള്ള ഒരു കടിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. കോളിഫ്ലവറൊക്കെ മിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ പൊതുവെ വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടമുള്ള ഒരു ഇതാണ്, ഒരു വെജിറ്റബിളാണ് കോളിഫ്ലവർ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സ്നാക്ക് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരും. ഒരു ചെറിയ കോളിഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലോററ്റ്സൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ്സൊക്കെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചീനച്ചട്ടിയിൽ വെച്ചിരുന്ന വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും, കല്ലുപ്പാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നൊന്ന് നല്ലതുപോലെ തിളച്ചോട്ടെ. ഒരു 3-4 മിനിറ്റ് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. മൂന്ന് 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനാണല്ലോ പോണത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി അതൊരു 1/4 ടീസ്പൂൺ മതി. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകം ആയാലും മതി, അതൊരു 1/4 ടീസ്പൂൺ, ഒരല്പം ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ, അതേപോലെ സോയാ സോസ് അതൊരു 1/2 ടീസ്പൂൺ. ഇനി കോൺഫ്ലോറാണ് ചേർക്കുന്നത്, ഒരു 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ഒരു 1/4 കപ്പ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ അല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. കോളിഫ്ലവർ ഒരു അരിപ്പയിലേക്ക് അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം.
കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെയാണ് വേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം. കൈ വെച്ച് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തു. എല്ലാത്തുമേ ഒന്ന് പിടിക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇനി ഈ എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇവിടെ ബാറ്ററിൽ മുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് കോരി മാറ്റണം. ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ബാച്ചായിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഫ്ലെയിം ശ്രദ്ധിക്കണം, ഒരുപാട് ഹൈയിലേക്ക് കൊണ്ടുപോകണ്ട. നമുക്കിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി. അടുത്ത ബാച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. കണ്ടോ, സെക്കൻഡ് ബാച്ചും കൂടെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് എണ്ണയിൽ നിന്ന്. അങ്ങനെ മുഴുവനും നമ്മൾ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഫ്രൈ കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഒന്ന് അറിയിക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ തന്നെ കാണാം. താങ്ക് യു.